ടു M2M വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ സൺഡേയിലുള്ള ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ എടുത്തിട്ടുള്ള ചെറുപയറാണ്. അപ്പോൾ ചെറുപയർ നമ്മുടെ ഹെയറിനെ എങ്ങനെയാണ് ഗ്രോത്ത് ചെയ്യാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അത് നമ്മുടെ ചെറുപയർ ഉപയോഗിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യുന്നത് ഹെയറിൻ്റെ പൊട്ടിപ്പോക്കൽ അല്ലെങ്കിൽ ഹെയർ പൊഴിഞ്ഞു പോകുന്നതൊക്കെ റെഡ്യൂസ് ചെയ്യുന്നു. സെക്കൻഡ് വൺ, ഹെയറിൻ്റെ ബ്രേക്കേജ് പ്രിവെൻറ്റ് ചെയ്യുന്നു. തേർഡ് വൺ, നമ്മുടെ ഹെയറിന് നല്ല ഷൈനി ആയിട്ടിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. അടുത്തത് വന്നിട്ട് നമ്മുടെ ഹെയർ എപ്പോഴും ഡാൻഡ്രഫ് കാര്യങ്ങളൊക്കെ നിറഞ്ഞതാണെങ്കിൽ ഈ ഒരു ഹെയർ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ ഡാൻഡ്രഫൊക്കെ ഇല്ലാതായി പോകട്ടോ. പിന്നുള്ളത് ഹെയർ അല്ലെങ്കിൽ സ്കാൽപ്പ് നല്ല സ്മൂത്തായിട്ടുണ്ടാവും. ഈ ഹെയർ പാക്ക് യൂസ് ചെയ്യുന്ന മിക്കവർക്കും തന്നെ ഇതൊക്കെ അറിയാവുന്ന കാര്യമായിരിക്കും. കാരണം ഞാൻ ഒരുപാട് തവണ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണിത്. എൻ്റെ ഹെയർ ഈ ഒരു പാക്കിട്ട് ഹെയർ കഴിയിട്ടുണ്ടെങ്കിൽ നല്ല സ്മൂത്തായിട്ടും അതിപ്പോൾ നല്ല ഷൈനി ആയിട്ടൊക്കെ കിടക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഫീൽ ചെയ്യും, കാരണം ഇതെല്ലാവരും യൂസ് ചെയ്തിട്ടുള്ളൊരു ഹെയർ പാക്കാണ്. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. തലേദിവസം രാത്രി ചെറുപയർ എത്ര ക്വാണ്ടിറ്റി വേണോ അതിനനുസരിച്ച് വെള്ളത്തിലിട്ട് വയ്ക്കുക. രാവിലെ അത് കുതിർന്ന് ചിലതിങ്ങനെ മുള വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ നന്നായിട്ട് അരച്ചതിന് ശേഷം ഒരു ക്ലോത്തിൽ അരിച്ചെടുക്കുക കേട്ടോ. എനിക്ക് ഈ വെള്ളം അധികം ഇട്ട് ഹെയർ പാക്ക് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ തലയിലിടാനാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വെള്ളമോ അല്ലെങ്കിൽ തൈരോ അതും അല്ലെങ്കിൽ കഞ്ഞിവെള്ളം യൂസ് ചെയ്യാം കേട്ടോ. ഒരു രാത്രി വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളം അത് അടിപൊളിയായിരിക്കും. ഈ റിസൾട്ടിൻ്റെ ഇരട്ടിയുടെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. പിന്നെ ഒരു കാര്യം, ഞാൻ എല്ലാ ദിവസവും ഹെയർ പാക്ക് ഇടുന്ന സമയത്ത് ഒരേ ഓയിൽ തന്നെ അല്ല ഉപയോഗിക്കുന്നത്. ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത് പാരച്യൂട്ടിൻ്റെ ഹെയർ ഓയിലാണ് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. പക്ഷേ എനിക്ക് കിട്ടാതെ വരുന്ന സമയത്തിനാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ എപ്പോഴും ഞാൻ മാറ്റിക്കൊണ്ടിരിക്കുകയല്ല. സ്ഥിരമായിട്ട് ഞാൻ കോട്ടയ്ക്കലിൻ്റെ എണ്ണയാണ് ഉപയോഗിക്കുന്നത്. എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു എണ്ണയുടെ കാര്യം പറയണമെന്ന് പറഞ്ഞിട്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം. അതിന് മുന്നേ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഒരു പാക്ക് ഇട്ട് നോക്കൂ, അടിപൊളിയാണ്. അപ്പോൾ ടാറ്റ ബൈ ബൈ, അടുത്ത ആഴ്ച വരാം കേട്ടോ.